BJP അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. BJP അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കൊയ്തു കഴിഞ്ഞു. കാരണം തുടർച്ചയായി മൂന്നാം തവണ കേന്ദ്രം ഭരിക്കുന്നു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളും BJPയുടെ കയ്യിലാണ്. പക്ഷേ രാജ്യ തലസ്ഥാനവും പല സംസ്ഥാനങ്ങളുടെ ഭരണവും BJPയുടെ കയ്യിലുണ്ടെങ്കിലും BJPക്ക് കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മേഖലയുണ്ടായിരുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. രാജ്യ തലസ്ഥാനം എന്ന് പറയുന്ന പോലെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിലെ മുനിസിപ്പൽ ഭരണം. അപ്പോൾ നമ്മൾ ഓർക്കും ഒരു മുനിസിപ്പൽ ഭരണം BJPക്ക് കിട്ടാൻ പോകുന്നു, അതാണ് അത്ര വലിയ വാർത്ത. അത് വാർത്തയാണ് സാർ. കാരണം എന്നറിയോ, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, അതായത് BMC എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനുള്ളതാണ്, ജനസംഖ്യ കൊണ്ടും ഒക്കെ. അതുമാത്രമല്ല, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബജറ്റ് എത്രയാണെന്നറിയോ പ്രിയ? 78,000 കോടി രൂപയാണ്. പല സംസ്ഥാന ആന്ധ്ര, അരുണാചൽ പ്രദേശ്, ഗോവ, സിക്കിം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ബജറ്റിനേക്കാളും വലുതാണ്. അപ്പോൾ അത് ഈ 78,000 കോടിയിൽ നിന്ന് വലിയ വ്യത്യാസമില്ല കേരളത്തിൻ്റെ ബജറ്റ് പോലും. അപ്പോൾ അത്ര വലിയ തോതിലുള്ള സാമ്പത്തിക വിനിമയം നടക്കുന്ന, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് മുംബൈ കോർപ്പറേഷൻ. പക്ഷേ അത് ശിവസേനയുടെ കുത്തകയാണ്. മറാത്ത രാഷ്ട്രീയം പറഞ്ഞ്, മറാത്ത രാഷ്ട്രീയത്തിൻ്റെ കുത്തകക്കാർ ഞങ്ങളാണെന്ന് പറഞ്ഞ് ശിവസേന ഇക്കാലം അത്രയും കൈയടക്കി വെച്ചത്. BJPയെ അടിപ്പിക്കത്തില്ല, ഞങ്ങളാണ് മറാത്തയുടെ വക്താക്കൾ. ഓർക്കുന്നില്ലേ, മുംബൈയിൽ മണ്ണിൻ്റെ മക്കൾ വാദം നടത്തി പണ്ട് ശിവസേന നടത്തിയ കാലമൊക്കെ നമ്മുടെ മലയാളികൾക്ക് മറന്നിട്ടില്ല. മലയാളിയൊക്കെ ഒരുപാട് തല്ലു മേടിച്ചിട്ടുണ്ട്. ആ മറാത്ത രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി കാണുന്ന ശിവസേനയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഒരുമിച്ച് നിന്ന് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ BMCയിൽ 227 സീറ്റാണ്, ഭൂരിപക്ഷത്തിന് 114 സീറ്റ് വേണം. ഇപ്പോൾ എല്ലാ സർവേകളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സർവേകളൊക്കെ പറയുന്നത് BJPക്ക് ഏറ്റവും കുറഞ്ഞത് 138 സീറ്റ് കിട്ടും. ഏറ്റവും കുറഞ്ഞത് അത് 175 വരെ പറയുന്ന സർവേ ഫലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും കുറഞ്ഞത് എടുക്കുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞത് എടുക്കാം. 138 സീറ്റ് എന്ന് പറഞ്ഞാലും അത് വലിയ വിജയമാണ്. അതോടൊപ്പം തന്നെ മറാത്ത രാഷ്ട്രീയത്തിൻ്റെ അപ്രമാദിത്വം അവകാശപ്പെട്ടിരുന്ന ശിവസേന ഉദ്ധവ് താക്കറെ ഗ്രൂപ്പിൻ്റെ അവസാനമായിരിക്കുന്നു. താക്കറെ കുടുംബത്തിന് ഇനി ഹിന്ദുത്വം പറയാൻ, മറാത്ത രാഷ്ട്രീയത്തിൻ്റെ പൈതൃകം അവകാശപ്പെടാൻ ഒരവകാശവുമില്ല, ഒരധികാരവുമില്ല എന്ന് മറാഠ അല്ലേ, ആ വികാരമുള്ള ജനത, മഹാരാഷ്ട്രക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ ആലോചിക്കണം, രാജ് താക്കറയുടെ അമ്മാവൻ അല്ലേ, ഉദ്ധവ് താക്കറയുടെ പിതാവ് മഹാനായ ബാൽ താക്കറെ ഹിന്ദു ഹൃദയ സാമ്രാട്ടായിരുന്നു. അദ്ദേഹം വിചാരിച്ചാൽ മുംബൈയിൽ, മഹാരാഷ്ട്രയിൽ ഒരു ഈച്ച പോലും പറക്കില്ലായിരുന്നു. അങ്ങനെ പക്ഷേ അദ്ദേഹം ഹിന്ദുത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. നമുക്ക് അഭിമാനമുണ്ട്, ഹിന്ദുത്വമാണ് അദ്ദേഹത്തിൻ്റെ പ്രാണവായു. അങ്ങനെ ഹിന്ദു ഏകീകരണത്തിന്, ഹിന്ദു ശാക്തീകരണത്തിന് വേണ്ടി നിലപാടെടുത്ത മഹാനായ നേതാവായിരുന്നു ബാൽ താക്കറെ. ബാൽ താക്കറയുടെ മകൻ ഉദ്ധവ് എന്തായത്, BJPക്കൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം മുന്നണി വിട്ട് കോൺഗ്രസിൻ്റെ കൂടെ പോയി. എന്നിട്ട് നമുക്ക് ഞെട്ടിപ്പോയി, വഖഫ് ബില്ലിനെ പോലും എതിർത്തു. ഈ രാജ്യത്തെ സ്വത്തുവകകളാകെ, രാജ്യത്തിൻ്റെ പൊതു സ്വത്താകെ വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് മുസ്ലിമുകൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഡ്രാക്കോണിയൻ നിയമത്തെ മാറ്റാനുള്ള നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന്, അതായത് ഭരണഘടനയ്ക്കു മുകളിൽ വഖഫിനെ പ്രതിഷ്ഠിച്ചുള്ള നിയമത്തെ മാറ്റാൻ മോദി ശ്രമിച്ചപ്പോൾ അതിനെതിരെ നിലപാടെടുത്തു. എന്തിന് രാമക്ഷേത്രത്തിന് ഉദ്ഘാടനം നടന്നപ്പോൾ ബാൽ താക്കറയുടെ പുത്രൻ ഉദ്ധവ് താക്കറെ പോയില്ല. ആലോചിച്ച് നോക്കൂ, സവർക്കറെ തെറി പറഞ്ഞവർക്കൊപ്പം നിൽക്കുന്നു. അങ്ങനെ ഹിന്ദുത്വം എന്ന് പറയുന്നത് പ്രാണവായുവും ജീവരക്തവുമാക്കിയിരുന്ന ഒരു പാർട്ടിയുടെ നേതാവ് അധികാരത്തിൻ്റെ അപ്പകഷ്ടത്തിന് വേണ്ടി ഇസ്ലാമിസ്റ്റുകളുടെ കുഴലൂത്തുകാരനായി മാറുന്നത് മഹാരാഷ്ട്ര കണ്ടു. അതുകൊണ്ടാണ് ശിവസേന എന്ന് പറയുന്ന പാർട്ടി ഭിന്നിക്കുകയും ഏക്നാഥ് ഷിൻഡെ വേറൊരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ ഷിൻഡെയുടെ പാർട്ടിയാണോ ഉദ്ധവിൻ്റെ പാർട്ടിയാണോ ബാൽ താക്കറയുടെ പാരമ്പര്യം പിൻപറ്റുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. അതിന് ഉത്തരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. ബാൽ താക്കറയുടെ നേർ പൈതൃകം ഷിൻഡയ്ക്കാണെന്ന് മഹാരാഷ്ട്ര ജനങ്ങൾ വിധിയത്. ഇപ്പം മുംബൈ പറയുന്നു, ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും, 2 താക്കറെമാരും ആ കുടുംബത്തിൽ മകനും മരുമകനും കൂടെ വന്നാലും ഞങ്ങൾ ഷിൻഡയുടെയും നരേന്ദ്രമോദിയുടെയും കൂടെയാണെന്ന് മുംബൈ വിധി എഴുതുന്നു എന്നാണ് എല്ലാ ഫലങ്ങളും തെളിയിക്കുന്നത്. അത് വലിയ മാറ്റമാണ്. കാരണം പണ്ടൊക്കെ ആളുകൾ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ജോലിക്ക് പോകുന്ന എവിടെയാണ്, ഗൾഫൊക്കെ വരുന്നതിന്, അവനെവിടെ മുംബൈയിലാണ് പണി, ബോംബെക്ക് പോവുക. അതെ, ഒരു കാലത്ത് ഒരു 70കളിലും 60കളിലും ഒക്കെ കേരളത്തിൽ നിന്ന് പോലും ആളുകൾ തൊഴിൽ തേടി പോകുന്നത് ബോംബെയിലേക്കായിരുന്നു. ബോംബെയിലെ വലിയ തുറമുഖം,
ബോംബെയിലെ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ. കാരണം രാജ്യത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്ന നിലയിൽ മുംബൈ പട്ടണത്തിന് പഴയ ബോംബെക്കുണ്ടായിരുന്ന വലിയ സ്ഥാനം. അതോടൊപ്പം തന്നെ ബോംബെയുടെ കഥ അറിയാമല്ലോ. ബോംബെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ അധോലോക കേന്ദ്രങ്ങളുടെ വരദരാജ പെരുമാൾ മുതൽ ഹാജി മസ്താൻ, മുതലിയാർ, ഹാജി മസ്താൻ തുടങ്ങി വലിയ 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 നമ്മൾ അറിയപ്പെടുന്ന ഡോണുകളുടെ ഒരു കാലമായ ഒരു ബോംബെയുണ്ട്. ഈ അധോലോകത്തിൻ്റെ പശ്ചാത്തലമുള്ള ബോംബെയൊക്കെ ക്ലീൻ ചെയ്തതിൽ ശിവസേനയ്ക്ക് വലിയ പങ്കുണ്ടായി. പക്ഷേ അതോടൊപ്പം തന്നെ ശിവസേന മറാത്ത വികാരം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ഈ മണ്ണിൻ്റെ വാദമൊക്കെ ഉയർത്തി. പിന്നീട് അത് മാറിയിട്ട് BJPയുമായിട്ടുള്ള സഖ്യമൊക്കെ വന്നതിന് ശേഷമാണ് ശിവസേന കുറച്ചുകൂടെ പക്വമായും രാഷ്ട്രീയ ദേശീയ വീക്ഷണത്തോടെയും പെരുമാറാൻ ശ്രമിച്ചത്. നേരത്തെ അവർ മുംബൈ അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്നുള്ള സങ്കുചിതവാദമായിരുന്ന അവരെ ഒരു ദേശീയ വീക്ഷണമുള്ള ദേശീയ പരിപ്രേക്ഷ്യമുള്ള പാർട്ടിയാക്കി മാറ്റിയതിൽ BJPയുമായിട്ടുള്ള ബാന്ധവത്തിന് വലിയ പങ്കുണ്ട്. പക്ഷേ ഹിന്ദുത്വത്തിൽ നിന്ന് അകന്നുപോയ ശിവസേനയ്ക്ക് ഇനി മുംബൈയുടെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് തെളിയിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്, ഈ മുംബൈയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഫണ്ട് കൊടുക്കുന്ന സ്ഥലം. ഇപ്പം സിനിമയാണെങ്കിൽ അല്ലേ, ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രം. അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം. അങ്ങനെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഖജനാവ് നിറച്ചുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയാണ്. ആ വാണിജ്യ തലസ്ഥാനത്തേക്ക് BJPക്ക് ഒരിക്കലും കയറാൻ കഴിഞ്ഞിരുന്നില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണത്തിലേക്ക് BJPക്ക് കയറാൻ കഴിയാതിരുന്ന ഒരു ദുസ്ഥിതി മാറുകയാണ്. അപ്പോൾ രാജ്യത്തെ എല്ലാ ജനാധിപത്യ ബോഡികളും അങ്ങനെ BJPയിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമായിട്ട് മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പപ്പു തൻ്റെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ നടന്നത്. മഹാരാഷ്ട്ര ഇലക്ഷനിൽ വലിയ തോതിൽ അട്ടിമറി നടന്നു, വോട്ട് ചോരി നടത്തിയിട്ടാണ് BJP അധികാരത്തിൽ വന്നതെന്ന് വലിയ നിലവിളി നടത്തി. ഇപ്പോൾ ഇത് പറയുമ്പോൾ ബീഹാർ ഇലക്ഷൻ റിസൾട്ട്, ബീഹാറിൽ ഇന്നലെ വൈകുന്നേരം കോൺഗ്രസിനുണ്ടായിരുന്ന 6 MLAമാരും രാജിവെച്ച് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ചേർന്നു. വട്ടപൂജ്യമായി ബീഹാറിൽ കോൺഗ്രസ് പാർട്ടി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം അവിടെ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നു, കോൺഗ്രസിൻ്റെ MLA അവർ ഒരു രക്ഷയില്ല ഈ പാർട്ടി നിന്നിട്ട്, ഇയാളെ കൊണ്ട് ഈ പാർട്ടി ഒന്നും നയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളിതേ ജീവനുള്ള പാർട്ടിയിലേക്ക് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾക്ക് കാണാൻ ഒരു നേതാവിനെ കാണുന്ന വിയറ്റ്നാമിലോ പട്ടായയിലോ പോകണം. അങ്ങനെയുള്ളൊരു പാർട്ടിയിലേക്ക് നിന്നിട്ട് എന്താ കാര്യം? ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തകർന്നടിയുന്ന ഒരു പാർട്ടി. ഈ കോൺഗ്രസിൻ്റെ ഇപ്പോൾ JDUവിലേക്ക് പോയ സംസ്ഥാനത്ത് ജയിച്ച 6 MLAമാരിൽ ഒരാൾ പോലും വോട്ട് ചോരിയെക്കുറിച്ച് പറയുന്നില്ല. വോട്ട് ചോരി പരാതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തേജസ്വി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 45 ദിവസത്തിനുള്ളിൽ പരാതിപ്പെടണം എന്നുള്ള വ്യവസ്ഥയിരിക്കെ ആ ദിവസങ്ങളിൽ ഒരു പരാതി പോലും ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടില്ല. ഒരു ഇലക്ഷൻ പെറ്റീഷൻ EP ഹൈക്കോടതി പോലും കൊടുത്തില്ല. അങ്ങനെ 45 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ രേഖകൾ CCTV ഫുട്ടേജ് ഉൾപ്പെടെ നശിപ്പിക്കപ്പെടും. അത് നശിപ്പിക്കട്ടെ എന്ന് കരുതി ഇവിടെ കാത്തിരിക്കുക. 45 ദിവസത്തിന് ഒരു പരാതി കൊടുത്തില്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടും. അതാണ് നിയമം. അത് നശിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാം നശിപ്പിച്ചേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരു വരവുണ്ടല്ലോ. ഇനിയിപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് ഈ മനുഷ്യൻ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് 18-ാം തീയതി 19-ാം തീയതി കൊച്ചി വരുന്നുണ്ട്. വന്നിട്ട് ഉടനെ ഒരു വർത്തമാനമുണ്ട്, എല്ലാം നശിപ്പിച്ചു, തെളിവ് നശിപ്പിച്ചു. എവിടെയായിരുന്നു ഇയാൾ 45 ദിവസം? ഈ പ്രതിപക്ഷം എവിടെയായിരുന്നു? 45 ദിവസത്തിനുള്ളിൽ പരാതികൾ ഉന്നയിക്കണമെന്നുള്ള വ്യവസ്ഥ ഇവരുടെ പാർട്ടി അധികാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. അത് പാലിക്കാതെ എല്ലാ രേഖകളും നിയമാനുസൃതം നിലവിലുള്ള നിയമപ്രകാരം നശിപ്പിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം പരാതിയുമായിട്ട് വരിക. ഇതൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ബീഹാർ തോറ്റു, മഹാരാഷ്ട്ര തോറ്റു, ഇതെല്ലാം വോട്ട് ചോരിയാണെന്ന് പറഞ്ഞവർ ഇനി ഉറപ്പായും പറയാൻ പോകുന്നത് മുംബൈയിൽ വോട്ട് ചോരിയാണെന്നാണ്. ഏതായാലും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ഫ്ലോറിൽ തിരുവനന്തപുരം മേയർ BB രാജേഷ് ഉണ്ടായിരുന്നു. അപ്പോൾ കേരളം ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ചാണകസംഖ്യകൾക്ക് ഇടമില്ല, കേരളം ചാണകത്തിൽ ചവിട്ടിയില്ല എന്നൊക്കെ പറയുന്നവർ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കേരളത്തിൻ്റെ തലസ്ഥാനം ഇപ്പോൾ ഭരിക്കുന്നത് BJPയാണ്. സഖാവ് പിണറായി വിജയൻ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിന് കരം കൊടുക്കുന്നുണ്ട്. ആർക്ക്? കോർപ്പറേഷന് കരം കൊടുത്തിട്ടാണ് പിണറായി വിജയൻ അവിടെ AC മുറിക്കാത്തിരിക്കുന്നത്. ഇതൊരു വലിയ മാറ്റമാണ്. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞ അഹമ്മദാബാദ്. ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന മഹാത്മാഗാന്ധിയുടെ ഇവർ പറയുന്ന പൈതൃകമുണ്ടല്ലോ, ആ ഗാന്ധിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിൽ BJPക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. പക്ഷേ ആദ്യം അഹമ്മദാബാദ് നേടി. അഹമ്മദാബാദിനെ ഒരു തളികയിലെടുത്ത് വെച്ച് എങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ആ പ്രദേശത്തെ എങ്ങനെ വികസിപ്പിക്കും, ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഗുജറാത്ത് എന്നുള്ള സംസ്ഥാനമാകെ BJP മറ്റാർക്കും അങ്ങോട്ട് കടന്നു കയറാൻ പറ്റാത്ത തരത്തിലേക്ക് സ്വന്തമാക്കി ഇങ്ങെടുത്തു. ഇതിന് സമാനമായൊരു സ്ഥിതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത്. BJP അവിടെ ഒന്നാന്തരം പരിപാടികളുമായി ജനങ്ങൾക്കാകെ ഗുണമുണ്ടാക്കുന്ന, ജനങ്ങളെ കൂടെ നിർത്തുന്ന, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ തിരുവനന്തപുരം ജില്ല മാത്രമല്ല കേരളം മുഴുവൻ നോക്കും. ഇപ്പോൾ നോക്കൂ, നമുക്ക് 20 MPമാരില്ലേ, പക്ഷേ എല്ലാവരും നോക്കുന്ന ആരെയാ? സുരേഷ് ഗോപിയാണ്.
കേരളത്തിന് ഒറ്റ എം ഉള്ളൂ, സുരേഷ് ഗോപി. കാരണം സുരേഷ് ഗോപിയെ പോലെ എം പി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ വേറെ ആർക്കും അറിയില്ല. രാജ്യസഭാംഗമായിരുന്നപ്പോഴും ഇപ്പോൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ക്ലാസിക് മോഡൽ സുരേഷ് ഗോപിയാണ്. ആളുകളുടെ ഏത് പ്രശ്നവും, ആളുകളൊരു എം പിയെ കാണുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ ഓടി വരുന്നുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ അടുത്താണ്. ബാക്കി 19 ഈ ഉണ്ണാക്കന്മാരെന്തോ ചെയ്യുക, പറയാൻ ചോദിക്കാൻ തരമില്ല. അപ്പോൾ എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കണമെന്ന് BJPയുടെ കാര്യകർത്താക്കൾക്കറിയാം. അത് തെളിയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ മുംബൈ കൂടെ കിട്ടുമ്പോൾ രാജ്യത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എത്രമാത്രം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും BJPയുടെ കുതിര മുന്നോട്ട് പോവുകയാണ്. ഇനി ഏതാനും ചില സംസ്ഥാനങ്ങളും ഏതാനും ചില പോക്കറ്റുകളും മാത്രമേ ആ കുതിരയ്ക്ക്, ആ യാഗാശ്വത്തിന് കീഴടക്കാനുള്ളൂ. അതിൻ്റെ യാത്ര അഭംഗുരം തുടരട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വാർത്തകൾ മലയാളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെക്കുമ്പോൾ ഞങ്ങൾ ഇന്ത്യ ലൈവാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ആധ്യാത്മിക വിവരങ്ങൾ കൈമാറുന്ന നമ്മുടെ ഒരു സത്സംഗം പോലത്തെ ഒരു ചാനൽ, പുണ്യം എന്നാണ് അതിൻ്റെ പേര്. ആ ചാനൽ കൂടി, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്. ആധ്യാത്മിക ചാനലാണ്. നല്ല മനുഷ്യനായി, ഒരു സനാതനിയായി എങ്ങനെ ജീവിക്കാമെന്ന് ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന അബാലവൃദ്ധം കുടുംബാംഗങ്ങളും നിശ്ചയമായും കാണേണ്ടുന്ന ഒരു ചാനലാണ് പുണ്യം. ഈ 2 ചാനലുകളും ഉറപ്പായും ഇന്ത്യ ലൈവ് കണ്ടാൽ ഉടനെ നിങ്ങൾ IND എന്ന് പറയുന്ന നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.